നമ്മളൊരു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക. ആ കൃത്യസമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനെ നിയന്ത്രിക്കുക. ചെറിയ ചെറിയ പോർഷൻസ് ഓഫ് ഭക്ഷണം ചെറിയ ചെറിയ ഇന്റർവെൽസിൽ കഴിക്കുക. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു 7:30-8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10-11 മണി 11-11:30 ആകുമ്പോൾ ഒരു മിഡ് മോർണിംഗ് ഒരു ചെറിയ മീല് കഴിക്കുക. ഫൈബറും കൊലാജനും ആ ടൈപ്പ് ഓഫ് ഫുഡ് അടങ്ങിയത്, കുറെ അധികം ഫൈബേഴ്സ് അടങ്ങിയ ടൈപ്പ് ഓഫ് ഫുഡ് 11-11:30 കഴിച്ചിട്ട് ഒരു 1-1:30 ആകുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കാം. ലഞ്ചും ഇതുപോലെ തന്നെ കാർബ്സും കാലറി ഗിവിംഗ് ഫുഡും കുറച്ച് വെച്ചിട്ട് അതിലും അധികമായിട്ട് പ്രോട്ടീൻസും ഫൈബേഴ്സും ഇൻക്ലൂഡ് ചെയ്യുക. വീണ്ടും ഒരു ഈവനിങ്ങിൽ നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ചെറിയ പോർഷൻ ഓഫ് ഭക്ഷണം കഴിക്കുക, പിന്നെ ഡിന്നർ കഴിക്കുക. നമ്മൾ സാധാരണ കഴിക്കുന്ന വലിയ പോർഷൻസ് അല്ല, ഇതെല്ലാം ഡിവൈഡ് ചെയ്തിട്ട് ഈ 5 സമയങ്ങളിലായിട്ട് കഴിക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഭക്ഷണം ക്രമീകരിച്ചാൽ ഒരു ഡയബറ്റിസ് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന്, ഡയബറ്റിസ് ഓൾറെഡി ഉള്ള പേഷ്യന്റിന് ഡയബറ്റിക് കൺട്രോൾ, അതായത് ഇൻസുലിൻ സ്പൈക്സ് വരാതെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാതെ അത് പൂർണ്ണമായിട്ടും ഒരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ സാധിക്കും.